ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാവുന്ന ചെമ്മീൻ റോസ്റ്റാണ്, അതായത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. നല്ല ടേസ്റ്റായിട്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ. ആദ്യം നമുക്ക് ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക 1 സ്പൂണ്, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2-3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഇതൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുത്ത് വെക്കുക ഫ്രിഡ്ജിൽ. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ അമ്മേൻ്റെ ഒരു കറി കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറി. എൻ്റെ അമ്മ പണ്ട് കാലത്ത് ഉണ്ടാക്കി തന്നിരുന്നൊരു കറി അത്, ചെമ്മീൻ കിട്ടി കഴിഞ്ഞാൽ. അങ്ങനെ ഈ ചെമ്മീൻ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ കോരിയെടുത്തേക്കുക. അതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 3 ഏലക്ക, 1-2 കഷ്ണം ഗ്രാമ്പു, പട്ട, പിന്നെ പെരിഞ്ചീരകം, പിന്നെ കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. അത് നന്നായിട്ട് ഇതാക്കിയെടുക്കുക. രണ്ട് സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നന്നായി വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി, പിന്നെ ഇത്തിരി ചീനാത്ത മുളക് ഉണ്ടായി ഇതിൻ്റെ അടുത്തത്, അത് ഒരു 5-6 അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് നമ്മൾ കാശ്മീരി പൊടി ആകുമ്പോൾ എരിവ് കുറവാണല്ലോ, അപ്പോൾ മുളക് ഇട്ടിട്ട് പച്ചമുളക് ഇട്ടെടുത്താൽ മതി. അതിനുശേഷം അത് കോരിയെടുത്ത ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരഞ്ഞോട്ടെ. അതിന് ശേഷം ചട്ടിയിലെടുത്താൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. എന്ത് സ്മണയെന്ന് പറയും. ഇവിടെ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിക്കൊണ്ട് 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് പിന്നെ ഉലുവപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ അരച്ച ഇതുണ്ടല്ലോ മസാല, അത് ഇട്ടായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ എണ്ണയിൽ. മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചെമ്മീനായിട്ട് കൊട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് എല്ലാം ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെടുക. നല്ല ടേസ്റ്റുള്ള കറിയായിട്ട്, നല്ല റോസ്റ്റാണ് ഇത്. റൊട്ടിയിൽക്കും ചോറിൽക്കും നെയ്ച്ചോറിൽക്കും എല്ലാം പറ്റുന്നൊരു കറിയാണ്. പൊറാട്ടയ്ക്കൊക്കെ അടിപൊളിയാണ്. ഈ രീതിയൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി.